ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെവരും കാത്തിരിക്കുന്ന അലീനയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഒരു ലൈക്കും ഒരു ഹൈപ്പും കൂടെ ചെയ്തിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പൊ നേരെ വിശേഷത്തിലേക്ക് തന്നെ കടന്നാലോ. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ബബിതേനയും കൃഷ്ണമോളെയാണ് കേട്ടോ. അങ്ങനെ ആങ്ങളമാരെ പറഞ്ഞു വിട്ടു. ആങ്ങളമാരെന്ന് പറഞ്ഞാൽ വൈജയുടെ ആങ്ങളമാരെ പറഞ്ഞു വിട്ടു. എന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ വൈജയും കൃഷ്ണമോളും. അങ്ങനെ കൃഷ്ണമോള് ചോദിച്ചു, അമ്മ വന്നല്ലേ? അല്ല, അമ്മ എന്തു പറഞ്ഞു? അലീന ചേച്ചിനെ കണ്ടോ? അലീനയെ കണ്ടു. എന്നിട്ട് അമ്മ മിണ്ടിയോ? ആ, മിണ്ടി. വയറ് നിറയെ ആവശ്യത്തിന് കൊടുത്തിട്ടുണ്ട് അലീനയ്ക്ക്. മാത്രമല്ല അലീന ഒരു ചായ ഇട്ടോണ്ട് കൊടുത്തു. ആ ചായ പോലും കുടിച്ചില്ല. ഓ, അപ്പൊ അമ്മയുടെ ആ ഒരു രീതിക്ക് ഒരു മാറ്റവും ഇല്ലല്ലേ? അമ്മയ്ക്ക് ഒരു മാറ്റവും ഇല്ല. അല്ല, ബബിത ചേച്ചിയോട് സ്നേഹത്തോടു കൂടിയാണോ പെരുമാറിയത്? സ്നേഹം. സ്നേഹത്തോടു കൂടി അല്ലല്ലേ പെരുമാറിയത്? അല്ലെന്നേ. അതാണ് അമ്മയുടെ കുഴപ്പം. അമ്മ എന്തെങ്കിലും സ്നേഹത്തോടു കൂടി പെരുമാറിയിട്ടുണ്ടോ? ഇല്ലല്ലോ. ഏതായാലും ബബിത ചേച്ചി, ഞാൻ പോയി അമ്മേനെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ ചെല്ലുകയാണ് കേട്ടോ. ആരെ കാണാനായിട്ട്? വൈജയനെ കാണാന്. അങ്ങനെ റൂമിന്റെ ഫ്രണ്ടിൽ ചെന്നിട്ട് ഡോറ് മുട്ടാണ്. ഡോറ് മുട്ടി വാതില് തുറന്നില്ല. അപ്പോഴത്തേക്കും പതുക്കെ വാതില് കുറ്റിയൊന്നും ഇട്ടിട്ടില്ലായിരുന്നു. പതുക്കെ അങ്ങ് തള്ളി അങ്ങോട്ട് തുറന്നു നമ്മുടെ കൃഷ്ണമോള്. അപ്പോഴത്തേക്കും അകത്ത് ഫോൺ ചെയ്തുകൊണ്ട് നിൽക്കുന്നു വൈജ. അങ്ങനെ കൃഷ്ണമോളെ കണ്ടതും വൈജ ഫോൺ അങ്ങോട്ട് കട്ട് ചെയ്തിട്ട് എന്താ എന്നിങ്ങനെ ചോദിച്ചപ്പോ, അല്ല, അമ്മ എപ്പോഴാ വന്നത്? ഞാൻ വന്നിട്ട് കുറെ ആയേ. ആണോ? ഞാൻ ഓർത്തു അമ്മ ഇപ്പൊ വന്നതേ ഉള്ളായിരിക്കും എന്ന്. അല്ല, നിനക്കിപ്പോ എന്താ വേണ്ടത്? ഓ, എന്റെ പൊന്നമ്മേ, സ്നേഹത്തോടെ ഒരു വാക്ക്. എന്ത് സ്നേഹത്തോടെ ഒരു വാക്ക്? നിന്നോടൊക്കെ സ്നേഹത്തോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ മതിയല്ലോ. അതെ, എന്തിയേ അവൻ രോഹിത്? അത് പിന്നെ രോഹിത്തേട്ടൻ മുകളിലുണ്ട്. അല്ല, അമ്മ പോയി രോഹിത്തേട്ടനെ കണ്ടില്ലേ? ഞാൻ കണ്ടില്ല ആരെയും. അതെന്താ അമ്മ രോഹിത്തേട്ടനെ കാണാതിരുന്നത്? അല്ല, അമ്മയുടെ മോനല്ലേ ജയിലിൽ നിന്ന് വന്ന് മേളിൽ കിടക്കുന്നത്? അമ്മ ആദ്യം വന്നപ്പം രോഹിത്തേട്ടനെ അല്ലായിരുന്നു പോയി കാണേണ്ടത്? ഓ, പിന്നെ നിന്റെ ഉപദേശവും കൂതാശവും ഒന്നും എനിക്ക് വേണ്ട. എന്റെ നീ ഉപദേശിക്കാൻ വന്നേക്കുന്നു. നീ ആരടി എന്നെ ഉപദേശിക്കാനായിട്ട്? ഓ, ഞാൻ ആരാണോ? ഞാൻ ആരും അല്ലേ, ഒന്ന് പറഞ്ഞെന്നേ ഉള്ളൂ. അതെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? അല്ല, അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഇപ്പൊ? എനിക്കിപ്പോ യാതൊരു കുഴപ്പമില്ല. എന്നാ പിന്നെ നടന്നൊന്ന് കാണിച്ചേ. അപ്പോഴത്തേക്ക് നമ്മുടെ വൈജ നടന്ന് കാണിക്കാൻ കേട്ടോ. നടന്ന് കണ്ടപ്പം കൃഷ്ണമോള്, ആഹാ, ഇതിപ്പം പ്രശ്നമൊന്നുമില്ലല്ലോ. അതാ ഞാൻ പറഞ്ഞത് പ്രശ്നമൊന്നും ഇല്ലെന്ന്. അല്ല, രോഹിത്തിന് കുഴപ്പമൊന്നും? അമ്മ മേളിൽ ചെന്ന് നോക്ക്. രോഹിതേട്ടന് ഒരു കുഴപ്പവും ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അതെ, ഇന്നലെ ഇവിടുന്ന് രോഹിതേട്ടൻ ഇറങ്ങി ഓടി. നാട്ടുകാരെല്ലാം കൂടെ എടുത്തിട്ട് അങ്ങോട്ട് പോദിച്ചിട്ട് എന്ത് ചെയ്തു? തിരിച്ച് ഇങ്ങോട്ട് തന്നെ ഓടിച്ച് കയറ്റി. പിന്നെ അലീന ചേച്ചിയാ എന്തൊക്കെയോ ചെയ്ത് ഭേദമൊക്കെ ആക്കി എടുത്തത്. പിന്നെ പനിയായിരുന്നു. ഈ തള്ളവിരൽ നിലത്ത് കുത്തി പൊങ്ങിച്ചാടാന്ന് കേട്ടിട്ടില്ല? അതുപോലുള്ള ഒരു പനിയ. എല്ലാവരോടും രോഹിതേട്ടനുണ്ടല്ലോ ഒരുമാതിരി ശത്രുക്കളോട് പെരുമാറുന്ന പോലെയാ പെരുമാറുന്നത്. പിന്നെ ഇപ്പൊ അലീന ചേച്ചിയോട് മാത്രം എന്താ? അലീന അവനെയും മാറ്റിയെടുത്തോ? അലീന ചേച്ചി രോഹിതേട്ടനെ മാറ്റിയെടുത്തോന്നും അല്ല. രോഹിതേട്ടൻ പഴയ സ്വഭാവത്തെക്കാൾ അപ്പുറം മോശമായിരുന്നു. ഇവിടെ എത്ര പ്ലേറ്റ് പൊട്ടിച്ചെന്ന് അറിയാമോ? വന്നപ്പോ മുതല് പ്ലേറ്റും ഗ്ലാസ് ഒക്കെ പൊട്ടിക്കാൻ തുടങ്ങിയതാ. നാശകോശമാക്കുമായിരുന്നു വീട്, വൃത്തികേടാക്കി ഇടുമായിരുന്നു. പിന്നെ ഉണ്ടല്ലോ, ഇനിയിപ്പം അമ്മയുടെ ഈ കുറ്റം പറച്ചിലൊന്നും ഏക്കാൻ പോകുന്നില്ല. അതെന്താടി നീ അങ്ങനെ പറഞ്ഞത്? അല്ല, കുറ്റം പറച്ചില് ഏക്കണമെങ്കിലേ എതിരെ നിൽക്കുന്ന ആള് അത് ആരെയാണോ കുറ്റം പറയുന്നത് അവരെ കുറ്റം പറയാൻ കൂട്ടു നിൽക്കുന്നവരായിരിക്കണമല്ലോ. ഇനിയിപ്പൊ ആരെയും അമ്മയുടെ കൂടെ കിട്ടത്തില്ല കൂട്ടു നിൽക്കാന്. കാരണം അലീൻ ചേച്ചി ഇനി ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം. അപ്പം ബബിതയും തിരിഞ്ഞോ? ബബിതയും അവള് മയക്ക് കയ്യിലെടുത്തോ? ബബിതയെ മയക്ക് കയ്യിലെടുക്കേണ്ട കാര്യമൊന്നുമില്ല, എല്ലാരും കാണുന്നതല്ലേ. എന്തിനാ മയക്കാൻ നിൽക്കുന്നത് അലീന ചേച്ചി എന്ത് തെറ്റാ ചെയ്യുന്നത്? ഓ, നീ കൂടുതലൊന്നും പറയണ്ട, നീ മിണ്ടാതിരിക്ക. അലീന. എനിക്ക് അവളുടെ പേര് കേൾക്കുന്നത് തലക്കകത്ത് പെരുത്ത് കയറും. അപ്പോഴല്ലേ അവള് വീണ്ടും അലീന. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ, അമ്മ മകനെ കാണാനായിട്ട് മേളിലൊന്ന് പോന്നേ. സ്വന്തം മകനല്ലേ. ഞാൻ പറഞ്ഞു കൃഷ്ണേ, നീ എന്നെ കൂടുതൽ പഠിപ്പിക്കാനിരിക്കണ്ട. എന്താ, മേളിൽ പോകാൻ മടിയുണ്ടോ? അത് പിന്നെ അവിടെയല്ലേ ബാലചന്ദ്രൻ. അച്ഛനെ കാണാൻ പേടിയുണ്ടല്ലേ അമ്മയ്ക്ക്? പേടിയോ? അതും ഈ വൈജയ്ക്ക്. കൈതക്കൽ തറവാട്ടിലെ കുഞ്ഞിരാമ മേനോന്റെ മകൾ വൈജയ്ക്ക് പേടി. എനിക്ക് പേടിയൊന്നുമില്ല. ഫേസ് ചെയ്യാനേ ഒരു ബുദ്ധിമുട്ട്, അത്രമാത്രം. എന്നാ പിന്നെ എന്നാത്തിനാ പേടിക്കുന്നത്? എപ്പോഴാണെങ്കിലും ഫേസ് ചെയ്യേണ്ടല്ലേ.
അമ്മ മേളിലേക്ക് കയറി ചെല്ലുന്നേ എന്ന് പറഞ്ഞിട്ട് പതുക്കെ നമ്മുടെ കൃഷ്ണമോള് തന്നെ കയ്യിൽ ഇങ്ങനെ പതുക്കെ പിടിച്ച് മുകളിലേക്ക് കയറ്റി, അതായത് ആ സ്റ്റെയർ കയറ്റി കൊണ്ടുപോവാണ്. അങ്ങനെ പതുക്കെ നടക്കാറൊന്നും ആയിട്ടില്ല, അത്രയ്ക്ക് ഭേദമൊന്നും ആയിട്ടില്ല പുള്ളിക്കാരിക്ക്. ആ ഒരു ആത്മധൈര്യം കൊണ്ടാണ് സത്യം പറഞ്ഞ് ഇത്രയും പെട്ടെന്ന് തന്നെ എണീറ്റ് നടക്കുന്നത്. അങ്ങനെ കയ്യിൽ പിടിച്ച് കൃഷ്ണമോള് തന്നെ മേളിൽ കൊണ്ടുപോയതും അവിടെ നമ്മുടെ ബാലചന്ദ്രൻ പുറത്തു പോകാൻ വേണ്ടി ഒരുങ്ങി റെഡി ആയിട്ട് ഇറങ്ങി വരികയായിരുന്നു. വൈജയനെ കണ്ടതും സ്റ്റക്ക് അടിച്ച് ബാലചന്ദ്രൻ നിന്നു, അതുപോലെ തന്നെ നമ്മുടെ വൈജയും നിന്നു. കമാന്നൊരക്ഷരം രണ്ടുപേരും പരസ്പരം മിണ്ടുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ കൃഷ്ണമോളെ കണ്ടതും ചോദിച്ചു ബാലചന്ദ്രൻ, എങ്ങനെ ഉണ്ടായിരുന്നു നിന്റെ എക്സാം? അത് പിന്നെ കണക്കായിരുന്നു അച്ഛാ. കണക്കായിരുന്നെന്നോ? അതെ, മാത്സ് ആയിരുന്നെന്ന്. എളുപ്പമായിരുന്നെന്ന്. ഓ, എളുപ്പമായിരുന്നല്ലേ. അല്ല, അച്ഛനിത് എവിടെ പോവാ? എനിക്ക് ഗോവർദ്ധന്റെ അടുത്തും പിന്നെ ഓഫീസിലും കടകളിലൊക്കെ പോകാനുണ്ട്, കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട്, ഞാൻ അങ്ങോട്ടേക്ക് പോവാ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ വൈജയനെ ഒന്ന് നോക്കിയിട്ട് വൈജയോട് കമാന്നൊരക്ഷരം മിണ്ടാതെ അവിടെ നിന്ന് സ്റ്റെയർ ഇറങ്ങി നമ്മുടെ ബാലചന്ദ്രൻ താഴേക്ക് തെച്ചെന്നു. അപ്പോഴത്തേക്കും നമ്മുടെ വൈജി ഇങ്ങനെ നിന്നപ്പോഴത്തേക്കും കൃഷ്ണമോട് ചോദിച്ചു, പേടിച്ചു പോയോ? എന്തിന്? ഞാൻ എന്തിനാ പേടിക്കുന്നത്? അല്ല, ബാലചന്ദ്രനെ കാണുന്നതേ എനിക്ക് കലിയാ. കണ്ടപ്പം എന്റെ സമനില തെറ്റുന്ന പോലെയാ. അതാ ഞാൻ ഫേസ് ചെയ്യാൻ എനിക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞത്. പിന്നെ എങ്ങനെയാ? മുമ്പിൽ വന്ന് ചാടിയില്ലേ? ബാ, നമുക്ക് രോഹിത്തിനെ കാണാൻ പോവാം എന്ന് പറഞ്ഞ് രോഹിത്തിനെ കാണാനായിട്ട് വീണ്ടും പോവുകയാണ് റൂമിലേക്ക്. അങ്ങനെ റൂമിലേക്ക് ചെല്ലുന്നു. റൂമിൽ കുറ്റിയും കൊളുത്തൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ തട്ടാനോ മുട്ടാനോ ഒന്നും നിൽക്കേണ്ട ഒരു അവസ്ഥ നമ്മുടെ വൈജയ്ക്ക് വന്നിട്ടില്ല. അപ്പൊ അങ്ങനെ അകത്ത് കയറി ചെന്നതും നമ്മുടെ രോഹിത് വാഴ വെട്ടിയിട്ട് കിടക്കുന്ന പോലെ അങ്ങ് കിടക്കുകയല്ലേ. ഇത് കണ്ടതും വൈജയ്ക്ക് അങ്ങ് സങ്കടമായിട്ടോ. വൈജ, മോനെ, എടാ മോനെ എന്നിങ്ങനെ പതുക്കെ വിളിക്കുക. എന്നിട്ട് വൈജ ചോദിച്ചു, അല്ല നിനക്ക് എങ്ങനെയുണ്ട്? നിനക്ക് പനിയാണെന്നൊക്കെ പറയുന്ന കേട്ടു. കുറവുണ്ടോ നിനക്ക്? ജയിലിൽ നിന്ന് കിട്ടിയതായിരിക്കുമല്ലേ ഈ പനിയൊക്കെ? ജയിലില് എങ്ങനെ ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ? അല്ല, ഭക്ഷണമൊക്കെ ഇപ്പൊ നല്ലതാണെന്ന് കേട്ടു, ശരിയാണോ എന്നൊക്കെ. അപ്പോഴത്തേക്ക് നമ്മുടെ രോഹിത് പറയുന്നുണ്ട്, അതെ, ശരിയാ, കേട്ടതൊക്കെ ശരിയാ. അല്ല, നിനക്ക് ക്ഷീണമുണ്ടോ? പനിയുണ്ട്. അല്ല, പോലീസുകാര് നിന്നെ ഒരുപാട് തല്ലിയോ? തല്ലി. അല്ല, ജയിലിൽ ചെന്നിട്ടോ? അത് പിന്നെ. എന്നിട്ട് രോഹിത് ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ വൈജ, അത് പിന്നെ നീ എന്താടാ ഇത്രയ്ക്ക് സംസാരിക്കാന് മടിയ്? നിനക്ക് എന്താ പറ്റിയത്? നിന്നോട് ഞാൻ എന്തെങ്കിലും ചെയ്തോ? ഞാൻ ആ ഹോസ്പിറ്റലിൽ കിടന്ന് അനുഭവിച്ച മാനക്കേട്, അയ്യോ, എങ്ങോട്ടെങ്കിലും ഓടിപ്പോകാൻ തോന്നും. കാണുന്നവർക്കൊക്കെ പരിഹാസം. നോട്ടവും മുക്കിയും മൂളിയും ഓരോരോ സംസാരവും. തൊലി ഉരിഞ്ഞങ്ങോട്ട് പോയി. കിടന്ന കിടപ്പിൽ കാണുകയും കേൾക്കുക അല്ലാതെ വല്ലോ ചെയ്യാൻ പറ്റുമായിരുന്നു? നേഴ്സുമാർക്കല്ല എന്നെ കാണുമ്പോ ചിരി. എനിക്ക് അതിന്റെ അർത്ഥം അറിയാമല്ലെന്നാ അവളുമാരുടെ ഒക്കെ വിചാരം. നീ ഒരുത്തരെ കൊന്നിട്ട് ജയിലിൽ പോ, അതിന് അന്തസ്സുണ്ട്. ഇതിപ്പോ മനുഷ്യന്റെ മുഖത്ത് നോക്കാൻ പറ്റുമോ? ഇതുപോലൊരു മാനക്കേട് ഞാൻ എന്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ല. കല്യാണവും മക്കളും കെട്ടിയവനും ഒന്നും വേണ്ടാന്ന് തോന്നിപ്പോയി. അപ്പൊ കൃഷ്ണമോൾ പറഞ്ഞു, അമ്മയെ കേട്ട് കഴിഞ്ഞപ്പോ കൃഷ്ണമോൾക്ക് ദേഷ്യം വന്നിട്ടോ. കാരണം ഒരമ്മയും ചോദിക്കാൻ പാടില്ലാത്ത കാര്യമാണ് ചോദിക്കുന്നത്. കാരണം നമ്മുടെ ബാലചന്ദ്രൻ പോലും ചോദിച്ചിട്ടില്ല ആരോട്, രോഹിത്തിനോട് ഇങ്ങനെയൊന്നും. അപ്പോഴത്തേക്കും കൃഷ്ണമോള് പറഞ്ഞു, അമ്മയൊന്ന് നിർത്തും, അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇപ്പൊ ഇതൊക്കെ ചോദിക്കുന്നത്? പിന്നെ ഇതൊക്കെ ചോദിക്കാതെ നിനക്കറിയത്തില്ല. ഞാനാണ് അനുഭവിച്ചത്. അയ്യോ, ഞാൻ അനുഭവിച്ചത് എന്തൊക്കെയാണെന്ന് നിനക്കറിയോ? അതെ, നമ്മുടെ ശരീരത്തിൽ ഒരു മുറിവ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഉണങ്ങും. പക്ഷെ മനസ്സിലാണ് ഒരു മുറിവ് വന്നതെങ്കിൽ അത് ഉണങ്ങാൻ പാടുപെടും. അതുപോലെയാണ് എന്റെ മനസ്സെല്ലാവരും കൂടെ ചേർന്ന് വ്രണപ്പെടുത്തിയത്. ഈ പീഡന കേസ് തൂത്താലും തുടച്ചാലും ഉണ്ടല്ലോ, എത്ര കാലം കഴിഞ്ഞാലും മായ്ച്ചു കളയാൻ പറ്റുമോ? മതി, നിർത്ത്, ബാ നമുക്ക് പോകാം. കുറ്റം പറഞ്ഞ ആർക്കും ഇഷ്ടാവൂല അല്ലേ? എന്നാ കുറ്റം ചെയ്യാതിരിക്കണ്ടേ? അതില്ലതാനും. കുറ്റം ചെയ്യുകയും വേണം, അത് പറയാനും പാടില്ല. എന്റെ പൊന്നമ്മേ, അമ്മ പറയുന്നതൊക്കെ വളരെ ശരിയാണ് കേട്ടോ. കുറ്റമില്ലാത്ത ഒറ്റ ഒരാളെ ഉള്ളൂ ഈ ലോകത്ത്, അമ്മ മാത്രം. നീ പോടി, നിന്റെയൊക്കെ മനസ്സിലിരിപ്പ് എനിക്ക് നന്നായിട്ട് അറിയാം. നീയൊക്കെ കൂടുതൽ സംസാരിക്കണ്ട. ഞാനും കൂടുതലൊന്നും പറയുന്നില്ല. എന്നോട് ആരും ഒന്നും പറയാൻ ഇങ്ങോട്ട് വരണ്ട. അല്ല രോഹിത്തെ, ഞാൻ താഴെയുണ്ട്, നിനക്ക് എപ്പോ വേണമെങ്കിലും അങ്ങോട്ടേക്ക് വരാം. എനിക്ക് പഴയതുപോലെ നടക്കാൻ പറ്റത്തില്ല, ഇങ്ങോട്ട് കയറി വരാൻ പറ്റത്തില്ല. 1/2 മണിക്കൂർ എടുത്തിട്ട് ഇങ്ങോട്ട് കയറി വന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിനക്ക് വേണമെങ്കിൽ താഴെ വന്ന് എന്നെ കാണാം. അല്ല, നീ പോന്നപ്പോ ഹരി എന്നാ പറഞ്ഞടാ? അവന് വലിയ വിഷമായി കാണൂലേ? അമ്മയ്ക്ക് കരിയെ ഓർത്തിട്ടാണ് വിഷമം. കരിയാണല്ലോ ഇത്രയൊക്കെ ഒപ്പിച്ചു വെച്ചത്. അയ്യേ, ഞാൻ അതല്ല പറഞ്ഞത്. രണ്ടുപേരും ഒന്ന് ജയിലിൽ കയറിയപ്പം ഒരുത്ത മാത്രം രക്ഷപ്പെട്ട് വരുമ്പം മറ്റവന് എന്തോരം വിഷമം കാണും. അമ്മ ചെന്ന് ആശ്വസിപ്പിക്കണം. വളരെ അത്യാവശ്യം അമ്മയുടെ ആശ്വാസം. അത് പിന്നെ അബദ്ധം പറ്റി പോയില്ലേ, ഇനിയിപ്പൊ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അനുഭവിക്കുക തന്നെ, അല്ലാതെ എന്ത് ചെയ്യാനാ? ഇതിനാണോ അമ്മ അബദ്ധം എന്ന് പറയുന്നത്? ഭയങ്കര അബദ്ധമാ. വന്നത് വന്നു. പഴമക്കാര് പറയും, തൊണ്ടയിൽ പുഴുത്താല് ഇറക്കല്ലാതെ പിന്നെ എന്നാ ചെയ്യാൻ പറ്റുമെന്ന്.
ആ എടാ രോഹി, എനിക്ക് ഒത്തിരി നേരം നിൽക്കാനൊന്നും വയ്യ, ഞാൻ താഴേക്ക് പോവാ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വൈജ താഴേക്ക് ഇറങ്ങി പോവാണ് കേട്ടോ. ഒരു നല്ലൊരു വാക്ക് ആ കൊച്ചിനോട് നമ്മുടെ വൈജയ്ക്ക് പറയായിരുന്നു. പക്ഷെ ഒരു നല്ല വാക്കും വൈജ പറഞ്ഞിട്ടില്ല കേട്ടോ. കാരണം ഒരമ്മ മകനെ കാണുമ്പോൾ പറയേണ്ടതും സംസാരിക്കേണ്ടതുമായ ഒരു രീതിയുണ്ട്. അയ്യോ, ഇതെന്തൊരു തള്ളയാന്ന് നമ്മൾ ഓർത്തു പോയി. ഇതുപോലെയുള്ളൊരു തള്ളയ്ക്ക് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് മക്കൾക്ക് മക്കളായി ജീവിക്കാൻ പറ്റുക അല്ലെ? ഏതായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇതൊക്കെ സംസാരിച്ചിട്ട് നമ്മുടെ വൈജ പിന്നെയും പതുക്കെ താഴേക്ക് സ്റ്റെയർ ഇറങ്ങി പോവുകയാണ്. കൃഷ്ണമോള് തന്നെയാണ് കേട്ടോ നമ്മുടെ വൈജയനെ കൂട്ടിക്കൊണ്ട് പോകുന്നത്. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ കൈതക്കെ തറവാട്ടിലേക്ക് നമ്മുടെ ശിവശങ്കര മേനോനും ഗംഗാധരനും കൂടെ ചെല്ലാണ്. നമ്മുടെ കമലയാണെങ്കിൽ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുക അവിടെ നടന്ന സംഭവങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ അറിയണമല്ലോ. അപ്പൊ അതിനു വേണ്ടി അപ്പൊ ഇവര് രണ്ടുപേരും കൂടെ അങ്ങോട്ടേക്ക് കയറി ചെല്ലാണ് കേട്ടോ നമ്മുടെ കമലയുടെ അടുത്തേക്ക്. അങ്ങനെ കമല കണ്ടതും പോയിട്ട് എന്തായി കാര്യങ്ങളൊക്കെ, വൈജയനെ കൊണ്ടുവിട്ടോ? ഞങ്ങളുടെ ജോലി പൂർത്തിയാക്കി ഞങ്ങൾ കൊണ്ടുവിട്ടു. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്താല് അപ്പൊ തന്നെ അവളെ ലഗേജ് സഹിതം കാറിൽ പിടിച്ചു കയറ്റി കടപ്പാട്ടൂര് കൊണ്ടുവന്ന് ഇറക്കി വിട്ടു. അവള് എതിർത്തില്ലേ? നീറ് പോലെ നിൽക്കുന്നവള് ആണല്ലോ. എന്നോട് അവള് എതിർത്തേനെ. പക്ഷെ ഓർക്കപ്പുറത്ത് ഗംഗേട്ടനെ കണ്ടതോടുകൂടി അവളുടെ അട്ടപ്പൂരിപ്പോയി. അല്ല, ഗംഗേട്ടൻ പറഞ്ഞാലും അനുസരിക്കാത്തവളാണല്ലോ. അത് പിന്നെ ഞാൻ കൊടുത്ത അടിയുടെ ചൂര് അവള് മറന്നിട്ടില്ല കമലെ. അല്ല, അവിടെ ചെന്നിട്ട് അവൾ എല്ലാവരോടും മിണ്ടിയോ? അവളുടെ റൂമിലേക്ക് കയറി പോയി. പിന്നെ തിരിച്ചു പോരാൻ നേരത്താ അവളെ കണ്ടത്. അല്ല, വൈജ അലീനയായിട്ട് കൂട്ടുമുട്ടിയോ? അതാ എനിക്ക് അറിയേണ്ടത്. അപ്പോഴത്തേക്കും നമ്മുടെ മനു അവിടെ നിപ്പുണ്ടായിരുന്നു. മനു പറയാം, ഉത്സാഹം കണ്ടോ? നീ അലീനയായിട്ട് അടി വെച്ചൊന്ന് കേൾക്കാൻ വേണ്ടി രസിച്ച് നിൽക്കുന്ന ആ ഒരു ഉത്സാഹം. നീ പോടാ, അതുകൊണ്ടല്ല, അലീനയോടാണല്ലോ അവളുടെ യുദ്ധം, അതുകൊണ്ട് ചോദിച്ചതാണ്. ഏതായാലും ഈ സമയം നമ്മുടെ ഗംഗാധരൻ പറഞ്ഞു, അലീനയുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ എന്നൊന്നും എനിക്കറിയില്ല. ഇതുവരെ ഉണ്ടായിട്ടില്ലെങ്കിൽ ഗംഗേട്ട ഇന്ന് രാത്രി ഉണ്ടാകും, അതുറപ്പ. നാളെ തന്നെ അവള് കടപ്പാട്ടൂരിന്ന് പെട്ടിയും കിടക്കയായിട്ട് ഇറങ്ങും. ഒന്നും സംഭവിക്കില്ല കമലെ, ഒന്നും സംഭവിക്കില്ല. ഞങ്ങള് ഉടനെ തിരിച്ചു പോവില്ലെന്ന് അവളോട് പറഞ്ഞിരിക്കുന്നത്. അവക്ക് അതൊന്നും ഒരു പ്രശ്നമൊന്നും അല്ലെന്നേ. അലീനയെ കണ്ടാലേ പിന്നെ അവക്ക് ബാധ കയറും, ബാധ. ബാധ കേറുവോ കേറാതിരിക്കോ എന്തുവാണെന്ന് വെച്ചാൽ ആയിക്കോട്ടെ, ഞങ്ങളുടെ ഉത്തരവാദിത്തം കഴിഞ്ഞു. ഇനി ഇതിന്റെ പുറകെ വരാൻ ഞാനില്ല. എന്നെ കൊണ്ട് വയ്യ. അല്ല ശിവേട്ട, ബാലേന്ദ്രനോട് അവള് സംസാരിച്ചോ? അവര് തമ്മിൽ സംസാരിക്കാൻ എന്തിരിക്കുന്നു? അല്ല, ബാലചന്ദ്രൻ താഴേക്ക് ഇറങ്ങിയെന്ന് അവളോട് മിണ്ടിയില്ലേ? അതിന്റെ ആവശ്യം എന്താണെന്ന് നീ പറ കമലെ. അതിന്റെ ആവശ്യമുണ്ടോ? അവര് തമ്മിൽ കാണാത്തവരാണോ? കുറെ നാളായിട്ട് അകന്ന് കഴിയുന്നവരാണോ? കാണാനും മിണ്ടാനും ദാഹിച്ചിരിക്കുന്നവരാണോ? മിനിഞ്ഞാന്ന് കൂടി ബാലചന്ദ്രൻ ഹോസ്പിറ്റലിൽ പോയി വൈജയനെ കണ്ടതല്ലേ? അല്ല, വൈജയ്ക്ക് ബാലചന്ദ്രനോടല്ലല്ലോ വിരോധം, വിരോധം അലീനയോടാണല്ലോ. ബാലചന്ദ്രനോട് ക്ഷമിക്കാൻ അവള് തയ്യാറാണെന്നേ. അലീനയാണല്ലോ ഇപ്പൊ അവളുടെ മുഖ്യ ശത്രു. കമല വൈജയെ വിളിക്കുമ്പോ പറയണം, ബാലചന്ദ്രനോട് ക്ഷമിക്കാൻ നിൽക്കണ്ട എന്ന്. അത് കേൾക്കുമ്പോഴത്തേക്കും അയാൾക്ക് അടിമുടി ഇങ്ങനെ വിറച്ചു കയറും. പിന്നെ വൈജയോട് ക്ഷമിക്കണോ വേണ്ടോ എന്നൊക്കെ ആലോചിക്കണമെങ്കിൽ തന്നെ അയാൾക്ക് ഒരു 5-6 വർഷമെങ്കിലും എടുക്കും. അതിന് ഇടയിൽ വൈജ കയറി അങ്ങോട്ടേക്ക് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാള് ഇനിയിപ്പം ക്ഷമിക്കാൻ 7 ജന്മം എടുക്കും. അപ്പം വഞ്ചി ഇപ്പോഴും അവിടെ കിടക്കുക അല്ലേ? വഞ്ചി അവിടെ കിടക്കട്ടെ, ആരും ഇപ്പൊ അങ്ങോട്ട് നിന്ന് തൊഴയണ്ടെന്നാ ഞാൻ പറഞ്ഞത്. അല്ല, രോഹിയെ കണ്ടായിരുന്നു ശിവേട്ട? അവള് എന്ത് പറയുന്നു? അല്ല, നമ്മുടെ രോഹിത് അലീനയുടെ മന്ത്രവാദവും മയക്കുവെടിയും കൊണ്ട് കഷ്ടിച്ച് രക്ഷപ്പെട്ടു പോകുന്നവനാണല്ലോ. അല്ല അമ്മ, ഏതെങ്കിലും ഒന്ന് പോലെ രണ്ടും വേണോ എന്നിങ്ങനെ മനു ചോദിച്ചപ്പോ, അവളുടെ കയ്യിൽ എല്ലാം ഉണ്ടല്ലോ. അപ്പൊ നമ്മുടെ ഗംഗാധരൻ പറഞ്ഞു, എന്റെ പൊന്നു കമലെ, ആദ്യം സ്വന്തം മകൻ എവിടെയാണെന്ന് തിരിച്ചറിഞ്ഞ് അതേക്കുറിച്ച് ഓർത്ത് വിഷമിക്കുക. അല്ലാതെ ഇതൊക്കെ ഇപ്പൊ പറയേണ്ട ആവശ്യമുണ്ടോ? എന്റെ മോനെ നോക്കാൻ ആരും ഇല്ലല്ലോ, എന്റെ മോനെ ഇറക്കാൻ ആരും ഇല്ലല്ലോ, ആർക്കും സമയവും ഇല്ല, സന്ദർഭവും ഇല്ല, അവന് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല. അവന് വേണ്ടി ഇറക്കാൻ ഇവിടെ ക്യാഷ് ഉണ്ടോ? അതുമില്ല. പെങ്ങള് വാടക വീട് എടുക്കും മാറാൻ പോണെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും അതിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി എല്ലാവരും കൂടെ വന്ന് റെഡി ആയിട്ട് അങ്ങ് ചെന്നു. പെങ്ങളെ അങ്ങോട്ട് കൊണ്ടും വിട്ടു. ഇതിനൊക്കെ ഞാൻ എന്താ പറയാ, എന്റെ ഒരു തലവിധിയെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വൈജ അങ്ങ് കയറിപ്പോയി കേട്ടോ. ഈ സമയത്ത് നമ്മുടെ ശിവൻ പറഞ്ഞു, അതെ, അതൊരു പരിഹാരമില്ലാത്ത ജന്മ, മരണം വരെ ഇങ്ങനെ തന്നെയായിരിക്കും ഗംഗേട്ട, അത് മൈൻഡ് ചെയ്യണ്ടെന്ന്. ഈ സമയത്ത് നമ്മുടെ മനു അവിടെ നിപ്പുണ്ടായിരുന്നു കേട്ടോ. ഏതായാലും മനുവിന്റെ ആ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടു കേട്ടോ. നമ്മുടെ മനു ഷേവ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ മനുവിന്റെ താടിയൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇപ്പൊ മീശ മാത്രമേ മുഖത്തുള്ളൂ കേട്ടോ. പക്ഷെ എനിക്ക് താടിയുള്ള മനുവിനെ ആയിരുന്നു ഇഷ്ടം. കാണാൻ രസമുണ്ട് കേട്ടോ. ഇപ്പോഴും താടി എടുത്തപ്പോഴും മനുവിനെ കാണാനുള്ള ലുക്കും എടുപ്പൊക്കെ ഉണ്ട്. പക്ഷെ താടിയുള്ള മനുവിനെ നമ്മൾ കണ്ട്
താടിയില്ലാത്ത മനുവിനെ കാണുമ്പോൾ എന്തോ ഒന്ന് പോലെ തോന്നുന്നു. ഏതായാലും ആ ഒരു സ്റ്റൈൽ ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ മനു. ഏതായാലും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ അലീന കിച്ചണില് എന്തൊക്കെയോ കാര്യങ്ങളും പരിപാടിയൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കാണ് കേട്ടോ. അപ്പോഴത്തേക്കുമാണ് അലീനയുടെ ഫോൺ റിങ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ അലീന ചെന്ന് നോക്കുക, ആരാ വിളിക്കുന്നതെന്ന് അറിയണമല്ലോ. അങ്ങനെ ചെന്ന് നോക്കിയപ്പോഴത്തേക്കും വേറെ ആരുമല്ല വിളിക്കുന്നത്, നമ്മുടെ രേവതി കുട്ടിയെ. വേറെ ആരല്ല വിളിക്കാറുള്ളത്. അങ്ങനെ രേവതി കുട്ടി ചോദിച്ചു, ഹലോ മാഡം, തിരക്കിലാണോ? തിരക്കില്ല. എന്തേ? എന്നാ പിന്നെ ഞാൻ വെച്ചേക്കാണ്. നമ്മള് പാവം അവിടെയല്ലേ വലിയ VIP ഗസ്റ്റ് ഒക്കെ ഉള്ളത്. VIP ഗസ്റ്റോ? VIP ഗസ്റ്റ്. നിന്റെ ഒരു കൊഞ്ചല് കുറവില്ലല്ലോ ഒന്നിനും രേവതി കുട്ടി. എന്തുണ്ട് വിശേഷം? ഇവിടെ എന്ത് വിശേഷം, എക്സാം ഒക്കെ കഴിഞ്ഞ് വലിയ കുഴപ്പമില്ലായിരുന്നു. മാമച്ചങ്കിളും ഗ്രേസി ആന്റിയും ഒരു കല്യാണത്തിന് പോയേക്കുക, ഇതുവരെ എത്തിയിട്ടില്ല. ഇത്രേ ഉള്ളൂ ഇവിടുത്തെ വിശേഷം. ഇനി അവിടുത്തെ വിശേഷം പറ, എന്തുണ്ട് അവിടുത്തെ വിശേഷം? ഇവിടത്തെ വിശേഷം, ഇവിടെ കൃഷ്ണമോൾക്ക് എക്സാമാ. ബബിത ഇതുവരെ കോളേജിൽ പോയി തുടങ്ങിയിട്ടില്ല. അവൾക്ക് ഇതുവരെ ആൾക്കാരെ ഫേസ് ചെയ്യാനുള്ള ധൈര്യം ആയിട്ടില്ല അത്രേ. ഓ, അല്ല നമ്മുടെ രോഹിക്കുട്ടൻ പഞ്ചാരക്കുട്ടൻ എന്ത് പറയുന്നു? ഒരു അട്ടക്കോതുക്കൊക്കെ വന്നോ? ദേ എന്റെ പൊന്നു രേവതി കുട്ടി, നീ അങ്ങനെയൊന്നും ഇനി പറയരുത് കേട്ടോ. ആ കുട്ടി ഒന്നും ചെയ്തില്ലല്ലോ, പിന്നെ എന്തിനാ നീ അങ്ങനെയൊക്കെ പറയുന്നത്? എല്ലാവരും അങ്ങനെ അവരെ ജഡ്ജ് ചെയ്യുന്ന ഒരു നാണക്കേട് കാരണം ഇപ്പോഴും എല്ലാവരോടും ഒരു നിഴൽ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുക പാവ രോഹിത്. അവനോട് തന്നെ ആ യുദ്ധം എന്ന് അവന് മനസ്സിലാകാനേ കുറച്ച് സമയം എടുക്കും. അയ്യോ, പിന്നെ ഒന്നും അറിയാത്തൊരു കുഞ്ഞു വാവ മുഴുവൻ പ്ലാൻ ചെയ്തപ്പോഴും കൂടെ ഉണ്ടായിരുന്നല്ലോ ആ കരിമോന്റെ. എന്നിട്ട് ഒന്നും അറിയത്തില്ല പോലും. എന്നാലും ചേച്ചി പറയുന്നത് കൊണ്ട് ആ കേസ് ഞാൻ അവധിക്ക് വെക്കുക. അവധിക്ക് വെക്കും. അല്ല, നീ ആരാ, ജഡ്ജിയോ കേസ് അവധിക്ക് വെക്കാന്? ഏകദേശം എന്റെ റോൾ ഇപ്പൊ അത് തന്നെയാ. ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ നിന്നുകൊണ്ട് ജഡ്ജി അമ്മ കളിച്ചല്ലേ പറ്റത്തുള്ളൂ. അതൊക്കെ വിടി ചേച്ചി. പാവ രോഹിമോന്റെ കാര്യം രോഹിമോന്റെ കാര്യം. ദേ രേവതി കുട്ടി, അല്ല ഞാൻ ആത്മാർത്ഥമായിട്ടാ പറഞ്ഞത് പാവ രോഹിമോന്ന്. ചേച്ചി പറയുന്നേ. എന്തു പറയാനാ, എല്ലാരോടും ദേഷ്യവും വാശിയൊക്കെ തന്നെയാ. തെറ്റ് സമ്മതിച്ചു കൊടുക്കാനുള്ള മടിയാ. മേഡത്തെ പോലെ, മേഡത്തിന്റെ മകനാണല്ലോ, എങ്കിലും ചെയ്തത് തെറ്റാണെന്നും ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു എന്നൊക്കെ മനസ്സിലായിട്ടുണ്ട്. മനസ്സിൽ നന്നായിട്ട് അതുണ്ട്. അതുകൊണ്ട് ജീവിക്കണ്ട, മരിച്ച മതി എന്ന മട്ടിലൊക്കെയാ അവനുള്ളത്. ഇപ്പം ഭക്ഷണവും വെള്ളവും ഒന്നും വേണ്ട, ഒന്നും കഴിക്കുന്നില്ല. ഇതിനിടയിൽ പാത്രം പൊട്ടിക്കലും എറിയലും തകർക്കലും ഒക്കെ ഉണ്ട്. ആകെ മൊത്തത്തിലെ ഇവിടെ വലിയ പ്രശ്നമാ. അല്ല, അപ്പം ബാലേന്ദ്രനങ്ങളൊന്നും പറഞ്ഞില്ലേ? അച്ഛനും നല്ല പ്രഷറിലാണല്ലോ. അച്ഛന് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ദേഷ്യവും അതുപോലെ തന്നെ പിണക്കവും ഒക്കെ ഉണ്ടാകും. ഇതിന്റെ ഇടയിൽ കിടന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അനുഭവിക്കുന്നുണ്ട് ഒരുപാട്. പിന്നെ കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ, രോഹിത്തിന്റെ റൂമിലെ ലോക്കെല്ലാം ആശാരിനെ വിളിച്ചു വരുത്തി പൊളിപ്പിച്ചു. വെരി നൈസ്. അതെന്തായാലും കലക്കി. എന്നിട്ട് പറ. അത് റോഡിലെ ഒരു ദിവസം ഇറങ്ങിപ്പോയി ആരോടും പറയാതെ. എന്നിട്ട് അവിടെ വെച്ച ആൾക്കാരുമായിട്ട് പ്രശ്നം ഉണ്ടാക്കി. അവരാണെങ്കിൽ രോഹിതിനെ കല്ലെറിയോ അടിക്കുകയോ ഒക്കെയോ ചെയ്തു. ഓഹോ, ജയിലിലും വീട്ടിലും കിട്ടുന്നത് പോരാഞ്ഞിട്ടാണ് പുറത്തു പോയി മേടിക്കുന്നത്. ഉള്ളിലുള്ള ആ ഒരു കുറ്റബോധവും ഒക്കെ തീർക്കാൻ വേണ്ടി ഒരു വഴി നോക്കുന്നതായിരിക്കും. അല്ല, എന്നിട്ട് ഇപ്പൊ ആളെവിടെ? പനി പിടിച്ച് കിടക്കുന്നു. നല്ല ചുമയും ദേഹം വേദനയും പനിയും ഒക്കെ നന്നായിട്ടുണ്ട്. ഞാന് ഭക്ഷണം റെഡിയാക്കി റൂമിലേക്ക് പോകാൻ പോയപ്പോഴാ നീ വിളിച്ചത്. എന്നാ പിന്നെ ചേച്ചിയുടെ രോഹിയുടെ ശുശ്രൂഷ നടക്കട്ടെ, ഞാൻ പിന്നെ വിളിക്കാം. അല്ലെങ്കിൽ ചേച്ചി ഫ്രീ ആകുമ്പോ വിളിക്ക. ഞാനേ എക്സാം കഴിഞ്ഞതുകൊണ്ട് ഭയങ്കര ഫ്രീയാ. എന്നാ പിന്നെ വെക്കട്ടെ. ഗുഡ് നൈറ്റ്, ബൈ. ഗുഡ് നൈറ്റ് മോളെ എന്ന് പറഞ്ഞ് നമ്മുടെ അലീനയും ഫോൺ കട്ട് ചെയ്തു കേട്ടോ. എന്നിട്ട് നമ്മുടെ അലീന നേരെ ഭക്ഷണം കൊണ്ടു കൊടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പൊ ഈ ഒരു സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷവുമായിട്ട് പെട്ടെന്ന് കാണാം. അതിനോടൊപ്പം തന്നെ നമ്മുടെ കൈ നിറയെ സമ്മാനമഴ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നിങ്ങൾ കമന്റ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഹൈപ്പ് ചെയ്യൂ. കൂടെ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കണം കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോ ഫുള്ള് കാണുന്നവരായിരിക്കണം. അപ്പൊ അവർക്കാണ് സമ്മാനം കാത്തിരിക്കുന്നത്. നമ്മൾ എല്ലാ ആഴ്ചയും അവസാനം ഒരാളെ തെരഞ്ഞെടുത്തിട്ട് അവർക്ക് സമ്മാനം കൊടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പൊ എല്ലാവരും